അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅലാ അസ്ഹാബിഹി. മാ ഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ 3 കുറഞ്ഞ സമയം കൊണ്ട് വലിയ പ്രതിഫലം കിട്ടുന്ന സുന്നത്തായ പുണ്യകർമ്മങ്ങളെക്കുറിച്ചാണ് നാം പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന മുആദ് ബിൻ അനസുൽ ജുഹനി റളിയല്ലാഹു തആല അൻഹു തങ്ങളിൽ നിന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. ഖാല സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. ഹബീബ് തങ്ങൾ പറയാം, എത്രമാത്രം ചെറിയ ഇബാദത്ത് കൊണ്ട് എത്ര വലിയ പുണ്യം കിട്ടും എന്നതിന്. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ 10 മർറാത്തിൻ, 10 പ്രാവശ്യം ഓതിയാൽ, ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, മാഷാ അല്ലാഹ്, സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു ബംഗ്ലാവ് പണിയും. നാം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് ഭൂമിയിൽ നമുക്കൊരു വീട് പണിയണമെങ്കിൽ എത്ര പ്രയാസമാണ്, എത്ര ബുദ്ധിമുട്ടുകളാണ്, എത്ര അധ്വാനം അതിന് വേണം, എത്ര പണം അതിന് ചെലവഴിക്കണം, എത്ര ചിന്ത അതിന് വേണ്ടി പോകണം. ഈ ഡിജിറ്റലൈസ്ഡ് യുഗത്തിൽ തന്നെ ഒരു വീടുണ്ടാക്കാനുള്ള പ്രയാസം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗത്തിൽ ഒരു ബംഗ്ലാവ് ഒരു വിശ്വാസിക്ക് വേണ്ടി പണിയും. എന്ത് ചെയ്താൽ? വെറും 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്ത് ഓതിയാൽ. മാഷാ അല്ലാഹ്, ഇത്ര മനോഹരമാണ് ആ സൂറത്ത് അല്ലേ? ഖുൽ ഹുവല്ലാഹ്, അത് ഓതാൻ തന്നെ എന്തൊരു മഹത്വമാണ്, എന്തൊരു ബറക്കത്താണ്. ഖുൽ, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഹുവ, അവൻ, നമ്മെ പടച്ച, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ പോറ്റി വളർത്തുന്ന അവനാണ് അല്ലാഹു. മാഷാ അല്ലാഹ്, ഓതാൻ തന്നെ വല്ലാത്ത രസമാണ്. നമ്മുടെ ഷെയ്ഖ് അബ്ദുൽ ബാസിത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെയൊക്കെ പാരായണം കേൾക്കാൻ വല്ലാത്ത ഇമ്പമാണത്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അയഅജിസു അഹദുക്കും അൻ യഖറഅ ഫീ ലൈലത്തിൻ സുലുസൽ ഖുർആൻ. അല്ല പ്രിയപ്പെട്ട എൻ്റെ ഉമ്മത്തെ, രാത്രി ഖുർആന്റെ 1/3 ഭാഗം ഓതാൻ നിങ്ങൾക്ക് വല്ല പ്രയാസമുണ്ടോ? 10 ജുസ് ഓതാൻ നിങ്ങൾക്ക് വല്ല പ്രയാസമുണ്ടോ? സ്വഹാബത്ത് ചോദിച്ചു, കൈഫ യഖറഉ സുലുസൽ ഖുർആനി, അള്ളാന്റെ ഹബീബ്, ഒരു മനുഷ്യൻ ഒരു രാത്രിയിൽ എങ്ങനെ 10 ജുസ് ഓതാ? അത് പ്രയാസമല്ലേ? അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് തഅദിലു സുലുസൽ ഖുർആൻ. അല്ലാഹ്, രാത്രി ഒരു ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്ത് ഓതിയാൽ അത് ഖുർആനിന്റെ 1/3 സമമാണ്. 10 ജുസ് ഓതിയതിന് സ്ഥാനത്താണ്. മാഷാ അല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പരിശുദ്ധ മസ്ജിദ് ഖുബ, അല്ലാഹു തആല മസ്ജിദുൽ ഖുബയിൽ നിസ്കരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആ വലിയ തൗഫീക്ക് നൽകട്ടെ. പരിശുദ്ധ മക്കത്ത് വരാനും മസ്ജിദുൻ നബവിയിൽ വരാനും ഒക്കെ തൗഫീക്ക് നൽകട്ടെ. ആ മസ്ജിദുൽ ഖുബയിൽ ഒരു സ്വഹാബി ഇമാമ് നിന്നിരുന്നു. അവരുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ നവീന ആശയക്കാർ പറയുന്നത് പോലെ അവർ ചെയ്തൊരു ബിദ്അത്ത്, ഒരു നല്ല കാര്യം. അതെന്തായിരുന്നു? എല്ലാ നിസ്കാരങ്ങളിലും ഫാത്തിഹ ഓതിയാൽ അവരെന്ത് ചെയ്യും? ഉറക്കെ ഓതുന്ന എല്ലാ നിസ്കാരങ്ങളിലും ഫാത്തിഹ ഓതിയാൽ അവർ ശേഷം ഖുൽ ഹുവല്ലാഹു ഓതും, പിന്നെ ഒരു സൂറത്തും ഓതും. സാധാരണ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതിയാൽ മതിയല്ലോ, അത് ഖുൽ ഹുവല്ലാഹു ആയാലും മതി, വേറെ ഏത് സൂറത്തായാലും മതി. ഈ സ്വഹാബി എന്ത് ചെയ്യും?
ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്തുൽ ഇഖ്ലാസ് ഓതിയതിന് ശേഷമേ മറ്റേ സൂറത്ത് ഓതൂ, ഏതെങ്കിലും ഒരു സൂറത്ത്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, മഅ്മൂമിങ്ങൾ ചോദിച്ചു, അല്ല ഉസ്താദെ നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഏതെങ്കിലും ഒന്ന് പോരെ? അങ്ങനെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത്. അപ്പം അവര് പറഞ്ഞു, ഞാൻ അത് ഉപേക്ഷിക്കൂല, എനിക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഇമാമത്ത് നിർത്തിക്കോളി, വേറെ ആരെങ്കിലും വെക്കാം നിങ്ങൾക്ക്, ഞാനാണ് ഇമാമം നിൽക്കുന്നത്, ഞാൻ ഇങ്ങനെ ചെയ്യും. അപ്പൊ സ്വഹാബത്ത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ഈ വിഷയം പറഞ്ഞു, ഞങ്ങളെ ഇമാം ഇങ്ങനെയാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിളിപ്പിച്ചു. മാ യംനഉക അൻ തഫ്അല മാ യഅ്മുറുക ബിഹി അസ്ഹാബുക, അങ്ങയുടെ മഅ്മൂമിങ്ങളുടെ ആ നിർദ്ദേശം എന്താ നിങ്ങൾ പാലിക്കാത്തത്? അങ്ങനെ ആണല്ലോ നിസ്കാരങ്ങളൊക്കെ മഅ്മൂമിങ്ങളുടെ എന്ത് ചെയ്യണം, കൂടെയുള്ള മഅ്മൂമിങ്ങളെ പരിഗണിച്ചുകൊണ്ടാവും. അവരിൽ പ്രായമുള്ളവരുണ്ടാവും, ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ ഇമാമിന് എന്ത് പറ്റൂല, വലിയ സൂറത്തുകൾ ഓതാനോ സുജൂദിലും റുക്കൂയിലും 3 പ്രാവശ്യം ദിക്റിൽ നിനക്ക് വർദ്ധിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മഅ്മൂമിങ്ങളുടെ താല്പര്യം പരിഗണിക്കാത്തത്? വമാ യഹ്മിലുക അലാ ലുസൂമി ഹാദിഹി സൂറത്തി ഫി കുല്ലി റക്അത്തിൻ, എല്ലാ റക്അത്തിലും നിങ്ങൾ ഈ ഖുൽ ഹുവല്ലാഹു എന്ന് പറയുന്ന സൂറത്ത് ഓതാനുള്ള കാരണം എന്താ? ആ സ്വഹാബി പറഞ്ഞ വാക്ക് വല്ലാത്ത ചിന്തിപ്പിക്കുന്ന വാക്കാണ്. എത്രമാത്രം ഇബാദത്തുകളെ ഡിജിറ്റലൈസ് ചെയ്തു എന്ന്. ഇന്നി ഉഹിബ്ബുഹാ, എന്താ പറഞ്ഞ മറുപടി? അള്ളാഹന്റെ ഹബീബെ, ഞാൻ ആ സൂറത്തിനെ വല്ലാതെ സ്നേഹിക്കുന്നു. ഖുൽ ഹുവല്ലാഹ് എന്ന് പറയുന്ന സൂറത്തിനെ ഞാൻ സ്നേഹിക്കുന്നു നബിയെ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറുപടി എന്താ? ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. എന്താ മില്യൺ കണക്കിന് പൈസ സക്കാത്ത് സദക്ക കൊടുക്കണോ, അല്ലെങ്കിൽ രാവും പകലും ഇരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യണോ? വേണ്ട. എന്താ നബി തങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന, പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഒരു വലിയ അമല്. ഹുബ്ബുക ഇയ്യാഹാ, ആ പരിശുദ്ധ സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹ് എന്ന് പറയുന്ന അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ ആദർശമാകുന്ന പരിശുദ്ധ സൂറത്തിനെ അങ്ങ് സ്നേഹിച്ചല്ലോ. ആ സ്നേഹം എന്ത്? ആ സ്നേഹം അത് ഖലഖ അൽ ജന്ന, നിന്നെ സ്വർഗത്തിലെത്തിച്ചിരിക്കുന്നു. അല്ലാഹ്, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പരിശുദ്ധ സൂറത്തിനെ സ്നേഹിക്കുക എന്നതൊരു പ്രയാസമാണോ? അതൊരു വലിയ അമലാണോ? വല്ല ബുദ്ധിമുട്ടുമുള്ള കാര്യമാണോ? ഇതിലും വലിയ ഒരു ഡിജിറ്റലൈസ് എന്താ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ പരിശുദ്ധ സൂറത്ത് നമ്മുടെ നാവിലൂടെ ഓതാൻ കഴിയുന്നു എന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. എത്ര അല്ലാഹുവിനെ സ്തുതിച്ചാലും മതിയാവാത്ത വലിയ നിഅമത്താണ് അത് ചൊല്ലാൻ കഴിയുന്നു എന്നത്, അത് നമുക്ക് കാണാതെ അറിയുന്നു എന്നത്. ഇനി അതോടൊപ്പം എന്തും ചെയ്യാം, അതിനെ സ്നേഹിക്കാം. അതിനെ സ്നേഹിക്കാം. നമ്മൾ സുന്നത്തുകളൊക്കെ നിസ്കരിക്കൂലേ, ആ നിസ്കാരത്തിലൊക്കെ നമുക്ക് ഓതാം. എല്ലാ സുന്നത്ത് നിസ്കാരത്തിന്റെ ശേഷം സൂറത്തോതൽ പ്രത്യേകം സുന്നത്ത്, എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും സൂറത്തോതൽ സുന്നത്താണ്. പ്രത്യേകം വാരിദായ സുബഹിന്റെ സുന്നത്തില് ഫസ്റ്റ് റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദാണ്. ഇങ്ങനെ പ്രത്യേക നബി തങ്ങളുടെ നിർദ്ദേശമില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നമുക്ക് ഖുൽ ഹുവല്ലാഹു ഓതിക്കൂടെ? എന്തർത്ഥത്തിൽ? ഈ മഹബ്ബത്തോട്. അതൊരു കൊച്ചു ചെറിയ സൂറത്താണ്, അതുകൊണ്ട് വേഗം തീരും എന്ന നിയ്യത്തിലല്ല, മറിച്ച് ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ആ നിയ്യത്തിൽ, അതിനോടുള്ള ഒരു മഹബ്ബത്ത് കൊണ്ടോത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പരിശുദ്ധ സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ സ്വർഗ്ഗത്തിലെത്തിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യമക്കളെയും ഇഷ്ടജനങ്ങളെയും ഒക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് തീർത്ത് തരട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.